നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്ഛമ്മയെ മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുവാണ് ശ്രുതി. ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു, അല്ല മോളെ, മോളുടെ അച്ഛൻ ജയിലിലാന്നോ മറ്റോ രവീന്ദ്രൻ എന്നോട് പറഞ്ഞായിരുന്നു. അത് എന്ത് സംഭവിച്ചാ മോളെ? അത് പിന്നെ അച്ഛനെ ചെയ്യാത്ത തെറ്റിന് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലാക്കിയതാ അച്ഛമ്മേ. മോൾക്കതിൽ വിഷമമുണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ഈ തവണയെങ്കിലും നിന്റെ അച്ഛൻ വരുമ്പോ എനിക്കൊന്ന് കാണാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇതുവരെയായിട്ടും മോളുടെ അച്ഛനും അമ്മയൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് കേട്ടതും ശ്രുതി പറഞ്ഞു, അത് അമ്മ നേരത്തെ മരിച്ചു പോയല്ലോ. അതെ, അല്ല മോളുടെ അമ്മ എന്നാ മരിച്ചു പോയത്? കുറെ കാലങ്ങൾക്ക് മുമ്പാണോ? അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആകെപ്പാടെ ഞെട്ടിപ്പോയി. ഇത് വല്ലാത്ത പുലിവാലായല്ലോ. സൈഡിലിരുന്ന മഴ കൊടുത്ത് സ്വന്തം കാലിനിട്ട് വെട്ടിയതുപോലെയായി. വെറുതെ അച്ഛമ്മ എവിടെ ഇരുന്ന താനാണ് വിളിച്ചോണ്ട് വന്നത്. ഇനിയിപ്പൊ എന്താ ചെയ്യുന്നേ? അപ്പോഴേക്കും ശ്രുതി ചാടി കയറി പറഞ്ഞു, അത് പിന്നെ എനിക്ക് 14 വയസ്സുള്ളപ്പോഴാ. ഓ, അത്ര ചെറുതിലെ മരിച്ചു പോയില്ലേ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനായിട്ടാ? പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല മോളെ, അങ്ങനെയാണെങ്കിൽ മോളുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഫോട്ടോ മോളുടെ ഫോണിനകത്ത് കാണുമല്ലോ. എന്നെ ഒന്ന് കാണിക്കാവോ? ഇതുവരെയായിട്ടും മോളുടെ വീട്ടുകാരെ ആരെയും കണ്ടിട്ടില്ല. വർഷയുടെ വീട്ടിൽ നിന്നും രേവതിയുടെ വീട്ടിൽ നിന്നും അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മോളുടെ വീട്ടിൽ നിന്ന് മാത്രം ആരെയും കണ്ടിട്ടില്ല. അത് കേട്ടതും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ശ്രുതിക്ക്. എന്തും മറുപടി പറയാനായിട്ടാ. ശ്രുതി ചാടിക്കയറി പറഞ്ഞു, അത് പിന്നെ അച്ഛമ്മേ, ഫോട്ടോസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അതെന്താ? ഞാൻ അച്ഛനോട് വഴക്കിട്ട് പോകുന്ന സമയത്ത് ഫോട്ടോസ് ഒന്നും എടുത്തില്ല. ആ ഫോട്ടോസ് കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാവും, അമ്മയുടെ ഫോട്ടോയെ കണ്ടു കഴിയുമ്പോൾ. അതുകൊണ്ടാ. ഓ, അങ്ങനെയാണല്ലേ. ഷോ, ശ്രുതിക്കാണെങ്കിൽ എങ്ങനെയും മേക്കപ്പ് ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നായി. അങ്ങനെയെങ്കിലും അച്ഛമ്മ എഴുന്നേറ്റ് പോകുമല്ലോ. പിന്നീട് അച്ഛമ്മ ചോദിച്ചു, അല്ല മോൾക്കൊരു ഇളയച്ചനുണ്ടെന്നല്ലേ പറഞ്ഞേ? ഇളയച്ചൻ ഇപ്പൊ എവിടെയാ? ദുബായിലാ. ഓ, ഇളയച്ചനെയും കൂടെ വിളിക്കായിരുന്നു. അത് കേട്ടപ്പോ ശ്രുതിക്ക് നല്ല ദേഷ്യമായി. അച്ഛൻ വീണ്ടും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു. അതെന്തിനാണ് നീ എന്നോട് ദേഷ്യപ്പെടുന്നേ? അത് ചോദിച്ചു കഴിഞ്ഞപ്പോ, അല്ല അച്ഛമ്മേ, അച്ഛമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞല്ല, ലിഫ്റ്റിക്ക് ഇടുന്ന സമയത്തെ അല്ലെങ്കിൽ പ്രശ്നമാവും. ഓ, അങ്ങനെയാണോ? എനിക്ക് ആ ലിഫ്റ്റിക്കൊന്നും വേണ്ട മോളെ. ചുണ്ടൊക്കെ ചോപ്പിച്ച് ഒരുമാതിരി മുറുക്കാൻ ചവച്ച പോലെ ഇരിക്കും. ഇത്ര ലിഫ്റ്റിക്കൊക്കെ ഇടണോമേ? അല്ല, ഇത്ര ലിഫ്റ്റിക്കൊക്കെ ഇടണോ അച്ഛമ്മേ? ഇന്നത്തെ സ്പെഷ്യൽ അതിഥി അച്ഛമ്മ തന്നെയല്ലേ? അച്ഛമ്മയുടെ അല്ലേ പിറന്നാളാഘോഷം? ഒടേല് കുറച്ച് ചുണ്ടത്തൊക്കെ തേക്കുവാണ്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, കുറച്ച് മതി, ഓവറായിട്ടൊന്നും ഇട്ടേക്കരുത്. ഇല്ലാന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും എനിക്ക് ആ പടം എന്തോ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, സൂപ്പർ ആയിട്ടുണ്ട് അച്ഛമ്മയെ കാണാൻ, നമുക്കൊരു സെൽഫി എടുത്താലോ? എന്നാവാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും സെൽഫി എടുക്കുവാണ്. ഈ സമയത്ത് താഴെ ഒരുക്കങ്ങളൊക്കെ നടക്കുക. രവീന്ദ്രനും ശ്രീകാന്തും കൂടെ അവിടെ ഓരോ സാധനങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും സുധി അങ്ങോട്ട് വന്നു. സുധിയെ കണ്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, സുധി കണ്ടത് എന്ത് നോക്കി നടക്കുക? ഇതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കോ? ഓ, ഞാൻ ചെയ്യാനോ? ഞാൻ വലിയ ബിസിനസ്സുകാരനാ. പിന്നെ ഒരു ബിസിനസ്സുകാരൻ വന്നിരിക്കുന്നു, ബിസിനസ്സുകാരാന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തെന്നോർത്ത് ഒരു പ്രശ്നവും. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, എടാ നീ അതൊക്കെ നോക്കിയും കണ്ടു ഒന്ന് ചെയ്യടാ. അവനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നടക്കത്തുള്ളൂ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അല്ലച്ചാ, ഇതുവരെയായിട്ടും പിറന്നാളുകാരിയെ കണ്ടില്ലോ. അത് ശരിയാണല്ലോ. ആ സമയത്ത് വർഷയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. വർഷ പറഞ്ഞതേ, ആ വരുന്ന ആരാന്ന് നോക്കാൻ പറയണം. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവിടേക്ക് ശ്രുതി കലാവതി അച്ഛമ്മയും കൂട്ടി ഇറങ്ങി വരുന്നത് കണ്ട്. ആ കാഴ്ച കണ്ടപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്റെ അമ്മയെന്ന് പറയണം. അതെന്താടാ, എനിക്ക് നേരത്തെ സൗന്ദര്യം ഇല്ലായിരുന്നോ? സൗന്ദര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ദേവതയെ പോലെ ഉണ്ട് എന്റെ അമ്മ. അത് കേട്ട് കഴിഞ്ഞപ്പോ ദേവതി പറഞ്ഞു, അത് ശരിയാ, ഇപ്പൊ അച്ഛമ്മയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിലും എന്റെ അച്ഛമ്മ സുന്ദരി തന്നെയാ. മേക്കപ്പ് ഇട്ടില്ലെങ്കിലും എന്റെ അച്ഛമ്മ സുന്ദരി. ആ മുഖത്തെ ചിരി തന്നെ മാത്രം മതി. അല്ലെങ്കിലും ഒരു മനുഷ്യന് സൗന്ദര്യത്തെ കൂട്ടുന്ന അവരുടെ ചിരിയല്ലേ? അച്ഛമ്മയുടെ എപ്പോഴും ചിരിക്കുന്ന മുഖം തന്നെയല്ലേ എല്ലാരും കണ്ടിട്ടുള്ളൂ. ആ സമയം സുധി പറഞ്ഞു, അതെന്താ അച്ഛമ്മ മാത്രമേ ദേവതയായിട്ടുള്ളോ? എന്റെ അമ്മയോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോ വർഷം പറഞ്ഞു, അതെ, അച്ഛൻ ഒരാളുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അച്ഛമ്മയുടെ കാര്യം മാത്രം. ഇത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, ദേ, പക്ഷെ നീ പറയുന്ന ഇനി അമ്മയെങ്ങാനും കേൾക്കണ്ട. അമ്മ കേട്ടിട്ടുണ്ട്, അത് മതി ഇനിയിപ്പോ അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. അതേ സമയത്ത് കലാവതി അച്ഛൻ പറഞ്ഞു, ഷോ, ഇതെങ്ങാനും സച്ചി വന്ന് കണ്ടത് എന്താവും? അവൻ ഇതൊക്കെ കണ്ടു കഴിയുമ്പത്തിനും അവൻ എന്നെ കളിയാക്കും. വേണ്ടിയിരുന്നില്ല. അല്ല ഇതെന്താ മോളെ, ഇതുവരെയായിട്ട് സച്ചി വന്നില്ലേ? സച്ചി ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ. അപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നീട് അച്ഛൻ വന്നോട് രേവതിയോട് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യാം, നീ സച്ചിനെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കുക. അല്ല അത് പിന്നെ അച്ഛമ്മ ഫോൺ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചിയെ വിളിക്കുകയാണ്. ഈ സമയം സച്ചിയും ഈച്ചയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. സച്ചി പക്ഷേ കോൾ എടുത്തില്ല. രേവതിയുടെ കോളാണ്. എവിടെ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും. രേവതി പറഞ്ഞ, അച്ഛമ്മ കോൾ എടുക്കുന്നില്ല, അവരിത് എവിടെ പോയിട്ടായിരിക്കുമായിരിക്കും. ആ സമയം സുധി പറഞ്ഞു, എവിടെ പോയിരിക്കാനായിട്ട്? അവനും വരാൻ പറ്റുന്ന നിലയിലായിരിക്കില്ല. മദ്യപിച്ച് കോൺ തെറ്റി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും. അത് കേട്ടതും രേവതി പറഞ്ഞേ, സച്ചേണ്ണ അങ്ങനെയൊന്നുമല്ല, സച്ചേണ്ണ ട്രിപ്പ് പോയിരിക്കുക. എന്ത് ട്രിപ്പ്?
അച്ഛമ്മയുടെ പിറന്നാളിനേക്കാൾ വലിയ ട്രിപ്പാണ് സച്ചിക്ക് ഇന്നുള്ളത്. ഇതൊന്നും അല്ല, എവിടെയോ മദ്യപിച്ച് കിടക്കുക. രേവതിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എല്ലാരും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. സച്ചിയാണ് ചിലപ്പോൾ ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തോണ്ടായിരിക്കും വരാതിരുന്നേ എന്നൊരു ചിന്തയൊക്കെ രേവതിയുടെ മനസ്സിലുണ്ട്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, സച്ചി വന്നില്ലേ പിറന്നാഘോഷവും വേണ്ട, ഒന്നും വേണ്ട, ഈ ആഘോഷം പോലും വേണ്ട, ഞാൻ ഒന്നിനും നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ല അച്ഛമ്മേ, സച്ചിയേട്ടൻ വരും, ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മയെ സമാധാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി അടുക്കള തിരക്കിട്ട് ജോലിയാണ്. അപ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ട് വന്നു. അച്ഛമ്മ വന്നിട്ട് ചോദിച്ചു, ഈ വീട്ടിൽ ജോലി ചെയ്യാൻ നീ മാത്രമുള്ള മോളെ? അത് പിന്നെ അച്ഛമ്മ കുറച്ച് ജോലിയും കൂടെ ഉള്ളൂ. ഇവിടെ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരും കൂടെ കൂട്ടി വേണമെങ്കിൽ നിനക്ക് ജോലി ചെയ്യാൻ മേലെ, നീ തന്നെ എന്തിനാ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നേ? ഇതത്ര ശീലമാക്കി എടുക്കണ്ട. അപ്പോഴേക്കും അച്ഛമ്മയോട് രേവതി പറഞ്ഞു, ഇതൊന്നും സാരമുള്ള കാര്യമല്ല, എനിക്ക് ഞാൻ ചെയ്തോളാം. അല്ല മോളെ, നീ ഇതിലായിട്ട് ഡ്രസ്സ് പോലും മാറിയില്ലോ, പോയി ഡ്രസ്സ് മാറ. അല്ല, നീ സച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ലെങ്കിൽ പിന്നെ സച്ചി ഈ സമയത്ത് എങ്ങോട്ട് പോകാനാ? അല്ല, ഇനിയിപ്പം ചന്ദ്രമതിയായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും ഇല്ല അച്ഛമ്മേ. അച്ഛമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ എന്താടി മോളെ, സച്ചി ഇങ്ങനെ മാറി നിൽക്കുന്നല്ലോ. അത് പിന്നെ അതെ, നീ പോയി റെഡി ആയിട്ട് വാ. പിന്നെ ഒരു കാര്യമുണ്ട്, ആ ആഭരണമൊക്കെ ഇട്ടിരിക്കണം. ആഭരണം പോലും ഇട്ടിട്ടില്ല. ശരി അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോയി. രേവതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചി വരാത്തതില്. ആ സമയം മുറിയിലെ ശ്രുതിയും കൂടെ ഭയങ്കര സംസാരത്തിലാ. ശ്രുതി പറഞ്ഞു, ഉറപ്പായിട്ടും ഈ തവണ അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് നമുക്ക് തന്നെയായിരിക്കും, എനിക്ക് കിട്ടും. കാരണം കരിമണിമാലയിൽ അച്ഛമ്മ വീഴുമെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, നമുക്ക് കണ്ടറിയാം, നമുക്ക് നോക്കാന്ന് പറയണം. അപ്പോഴേക്കും രേവതി അവിടെ വന്ന് സച്ചിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇവിടെ സച്ചിയെ ഫോൺ ചെയ്യുന്നതെന്ന് തോന്നുന്നെന്ന് പറയണം. രേവതി ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ സമയത്ത് സച്ചി എവിടെ പോയതായിരിക്കും എന്ന് ശ്രുതിയോട് ചോദിച്ചാൽ ആർക്കറിയാം. അതെ, ഞാൻ എഴുന്നേറ്റ് പോവാൻ നമ്മൾ ശ്രുതി അങ്ങോട്ട് പോയി. ആ സമയത്ത് അച്ഛമ്മ അങ്ങോട്ട് വന്നു. അല്ല, നിന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ട് നീ ഇവിടെ നിൽക്കണോ? നീ ആഭരണങ്ങളൊന്നും ഇട്ടിട്ടുമില്ലല്ലോ. അതിന്റെ ആവശ്യമുണ്ടോ അച്ഛമ്മ? എന്തിനാ ആഭരണങ്ങളൊക്കെ ഇടുന്നേ? അതെ, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ചന്ദ്രയുടെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞേ, നീ പോയി അതങ്ങോട്ട് വാങ്ങിച്ചിട്. അത് കേട്ടപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി. എന്ത് ചെയ്യാനാ? ഈ സമയം രേവതി പറഞ്ഞു, അത് പിന്നെ അച്ഛമ്മ കൂടുതലൊന്നും പറയണ്ട, പോയി ചെയ്തിട്ട് വാ എന്നും പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ശ്രുതി ആകെപ്പാടെ മൂട്ടിന് തീ പിടിച്ചൊരു അവസ്ഥയിൽ ചന്ദ്രമതിയുടെ മുറിയിലേക്ക് ഓടുവാണ്. പിന്നീട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ശ്രുതി വന്നിട്ട് പറഞ്ഞു, അമ്മേ, എല്ലാ പ്ലാനും പൊളിഞ്ഞു തോന്നുന്നു. എന്താ? രേവതിയോട് അച്ഛമ്മ ആഭരണം അണിയാൻ പറഞ്ഞിരിക്കുക. അമ്മേ, അങ്ങനെ ആഭരണം ഇടുന്ന സമയത്ത് അച്ഛമ്മയാണ് കണ്ടുപിടിച്ചാലോ അത് ഗോൾഡ് കവറിംഗ് ആണെന്നുള്ള കാര്യം. അങ്ങനെയാണ് പെട്ടു. എടാ, ഞാനിനി എന്ത് ചെയ്യും? എന്റെ പേര് പറഞ്ഞേക്കല്ലോ കേട്ടോ അമ്മേ. അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മ സ്വർണം കൊടുത്തിരിക്കുന്നത്. എടാ, അപ്പൊ എന്നെ കുഴിയിലേക്ക് തള്ളി ഇടാനാണോ നീ? എന്റെ അമ്മ പ്ലീസ് അമ്മ, മിണ്ടാതെ പോയിക്കോ. നിന്റെ തലമടി അടിച്ചാൻ പൊട്ടിക്കും. നീ കാരണം എല്ലാ പ്രശ്നവും ഉണ്ടായിരിക്കുന്നത്. എന്റെ ഭഗവാനെ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു ചന്ദ്രമതി ആ പാടെ വെപ്രാളപ്പെടുവാണ്. ചന്ദ്രമതിക്ക് പേടി തോന്നി. അമ്മ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടോ അതോടുകൂടി തീർന്നു എന്നൊരു ടെൻഷൻ. ഈ സമയം രേവതി മുറിയിലേക്ക് വന്നു. ആ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളൊക്കെ എടുത്തു. ദൈവമേ, ഇതെങ്ങാനും ഗോൾഡ് കവറിംഗ് ആന്നുള്ള കാര്യം പുറത്തിപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയുടെ പിറന്നാളൊക്കെ കുളവാകും. പക്ഷെ ഇടാതിരിക്കാനും പറ്റില്ല. അച്ഛമ്മ പറഞ്ഞ് ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രേവതി ആഭരണങ്ങളൊക്കെ എടുത്ത് അണിയുവാണ്. അങ്ങനെ അണിയുന്ന സമയത്തും രേവതിയുടെ നെഞ്ചി പെടഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് ഹാളിൽ ശ്രീകാന്തും വർഷയൊക്കെ ഭയങ്കര ഒരുക്കത്തിലാണ്. അപ്പോഴേക്കും അച്ഛമ്മ വന്നിട്ട്, ചിതരായിട്ട് ഒരുക്കമൊന്നും കഴിഞ്ഞില്ലേ, ഇതിപ്പോ തന്നെ തീരും അച്ഛമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് രേവതി അങ്ങോട്ട് വന്നു. ആ കാഴ്ച കണ്ടപ്പോൾ അച്ഛമ്മ എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എന്റെ മോളെ കാണാൻ എന്ത് ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ടെന്ന് പറയണം. ഇത് ശ്രുതി കേട്ടോ അവിടെ നിന്ന്. എന്റെ ദൈവമേ, അതെങ്ങാനും ഗോൾഡ് കവറിംഗ് ആണെന്ന് അറിഞ്ഞാൽ തീർന്നു. ആ സമയത്ത് രേവതി ചോദിച്ചു, അല്ല മോളെ, ചന്ദ്രൻ മൊത്തം ആഭരണം തിരിച്ചു തന്നല്ലോ അല്ലേ? തന്നു അച്ഛമ്മേ. അവളുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. മോളെല്ലാം ശരിക്കും നോക്കിയല്ലോ അല്ലേ? നോക്കി അച്ഛമ്മയെന്ന് പറഞ്ഞു. അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്ക് ശ്രുതിക്ക് വെപ്രാളായി. ശ്രുതി ഇങ്ങൾ മാറിപ്പോയി നിൽക്കുകയാണ്. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല ശ്രുതി, നീ എന്താ ഇങ്ങനെ ആകെപ്പാടെ വിളറി പിടിച്ചിരിക്കുന്നത്? നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല, നിന്റെ മുഖത്ത് ഞാനൊരു ടെൻഷൻ കാണുന്നുണ്ടല്ലോ. എന്താ ടെൻഷന് കാരണം? എനിക്കെന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. വെറുതെ കള്ളത്തരം പറയണ്ട. എനിക്ക് മനസ്സിലായി. എന്ത്? ആ സ്പെഷ്യൽ ഗിഫ്റ്റ് നിനക്ക് കിട്ടുമോ അതിന്റെ ടെൻഷൻ അല്ലേ? സമാധാനമായി. അതെ അതെ, അതിന്റെ ടെൻഷനാ. നീ പേടിക്കണ്ട, അത് കിട്ടുക തന്നെ ചെയ്യും. നീ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറയാണ്. ശ്രുതിയാണെ ഒരുമാതിരി കള്ളച്ചിരിയൊക്കെ ചിരിക്കുകയാണ്. അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന